Assalamu alaikum. Today I am going to recite Surah Kahf, ayah number 59 to 62, which meaning أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളമൂ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദാ. അതാ ആ രാജ്യങ്ങൾ, അവർ അതിലെ നിവാസികൾ അക്രമം ചെയ്തപ്പോൾ നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ ഇവരുടെ നാശത്തിനും നാം ഒരു നിശ്ചിത സമയം ഏർപ്പെടുത്തിയിരിക്കുന്നു. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. മൂസ തൻ്റെ ഭൃത്യനോട്, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ദീർഘകാലം നടക്കുകയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. فَلَمَّا بَلَغَا مَجْمَعَ بَيْنِهِمَا نَسِيَا حُوتَهُمَا فَاتَّخَذَ سَبِيلَهُ فِي الْبَحْرِ سَرَبًا. അങ്ങനെ അത് രണ്ടും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ തങ്ങളുടെ മത്സ്യത്തെ അതിൻ്റെ കാര്യം മറന്നുപോയി. എന്നിട്ട് അത് സമുദ്രത്തിൽ ചാടി. അത് പോയ വഴി ഒരു തുരങ്കം പോലെ ആക്കി തീർത്തു. فَلَمَّا جَاوَزَا قَالَ لِفَتَاهُ آتِنَا غَدَاءَنَا لَقَدْ لَقِينَا مِنْ سَفَرِنَا هَذَا نَصَبًا. അങ്ങനെ രണ്ടുപേരും കടന്നുപോയപ്പോൾ അദ്ദേഹം മൂസ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നമ്മുടെ പ്രാതൽ ഭക്ഷണം കൊണ്ടുവാ. നമ്മുടെ ഈ യാത്ര നിമിത്തം നാം വളരെ ക്ഷീണത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു.